ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പം റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇതിന് വേണ്ടി പുട്ടിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പിന്നെ മൈദ, പിന്നെ വേണ്ടത് വെല്ലം അല്ലെങ്കിൽ ശർക്കര. ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റാവാൻ വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ എല്ലാം ഡബിൾ എടുത്താൽ മതി. ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പച്ചരി നല്ലപോലെ കഴുകി ഉണക്കി മില്ലിൽ കൊണ്ടുപോയിട്ട് പുട്ടിൻ്റെ പൊടിയിലെ ആ പരുവത്തിൽ പൊടിച്ചെടുത്തത് 1.5 കപ്പ്, 3/4 കപ്പ് മൈദ, ഇത് രണ്ടും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചൂടാറിയ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് സ്മൂത്ത് പേസ്റ്റാക്കി കലക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണ്ട, ഒരു 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് കലക്കിയെടുക്കാൻ പറ്റും. ഇതാ ഞാനെല്ലാം നന്നായിട്ട് തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു കറക്റ്റ് മധുരമാണ്. ഇനി കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ആ സമയത്ത് കുറച്ചും കൂടി കട്ടിയാവും, അപ്പോൾ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 5 ഏലക്ക നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ചൂടാക്കി ഇതിലേക്ക് തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് ചെറുതായിട്ട് അരിഞ്ഞ് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർത്ത് പെട്ടെന്ന് തന്നെ തീ ഓഫാക്കി ഇതും ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ കലക്കിയതിന് ശേഷം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിവിടെ രാവിലെയാണ് ചുട്ടെടുക്കുന്നത്. രാത്രി അരച്ച് മൂടി വെച്ചു. രാവിലെ ആകുമ്പോൾ നന്നായിട്ട് മാവെല്ലാം സോഫ്റ്റായിട്ട് കിട്ടും. ഇനി പച്ചരിപ്പൊടി നിങ്ങളുടെ കയ്യിൽ പൊടിച്ചതില്ല എങ്കിൽ പുട്ടിൻ്റെ പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മാവ് ലേശം കട്ടിയുണ്ടായിരുന്നു, അപ്പോൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കിയെടുത്തു. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം തീ ചെറുതാക്കി കൊടുക്കണം. തീ ചെറുതായതിന് ശേഷം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ ടേബിൾ സ്പൂൺ കണക്കിന് മാവ് ഒഴിച്ചു കൊടുത്താൽ എല്ലാം ഒരേ അളവിൽ കിട്ടും. ഞാനിവിടെ നമ്മളുടെ മെഷർമെൻറ്റ് സ്പൂൺ ഉണ്ടല്ലോ, ടേബിൾ സ്പൂണ്, അതാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ എല്ലാം ഒരേ അളവിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും. വളരെ ചെറിയ തീയിലാണ് ഇപ്പോൾ ഉള്ളത്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് പൊങ്ങി വരുന്നൊരു സമയമുണ്ടല്ലോ, അടിഭാഗമെല്ലാം നല്ല മൊരിഞ്ഞ് വന്നാൽ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, അല്പം കുഴിയുള്ള പാനിലാണ് ചുട്ടെടുക്കുന്നതെങ്കിൽ ഉണ്ണിയപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാ ഉണ്ണിയപ്പച്ചട്ടിയുള്ളത് അതിൽ ചുട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. 2 ഭാഗവും നന്നായിട്ട് ഗോൾഡ് കളർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീയിൽ നിന്നും വാങ്ങാം. ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് വളരെ ചെറിയ തീയിൽ തന്നെ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ അകലം നന്നായിട്ട് വെന്ത് കിട്ടും. ഇവിടെ ഞാൻ എല്ലാ ഉണ്ണിയപ്പവും നന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതി ഒന്ന് ഫോളോ ചെയ്യണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇതുവരെ നിങ്ങൾ ആരും ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഓണത്തിനുണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. 100% സക്സസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും റെസിപ്പി ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.